ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ JKയും ചിന്നുവും കൂടി ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. JK അപ്പോൾ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോൾക്ക് ഈ സാർവിളി ഒന്ന് നിർത്താൻ പറ്റുമോ? മോളെന്നെ ആദ്യം കാണുമ്പോൾ അങ്കിൾ എന്നല്ലേ വിളിച്ചത്, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ശരി അങ്കിൾ, ഞാനിനി അങ്ങനെ തന്നെ വിളിക്കാമെന്ന് പറയാണ്. പിന്നീട് ചിന്നു പറയുന്നുണ്ട്, ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ അമ്മ അങ്കിളിൻ്റെ ഒരു കട്ട ഫാനാണ്. അങ്കിളിനെ പരിചയപ്പെടാനായി എൻ്റെ അമ്മ കോളേജിലേക്ക് വന്നു. അപ്പോൾ അങ്കിള് ലീവായിരുന്നു എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ JK പറയുന്നുണ്ട്, മോളെ, നീ അമ്മയൊന്നും വിളിച്ചിട്ട് കോളേജിലേക്കോ എന്നെ കാണാനോ വരരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ പരിചയം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇല്ല അങ്കിൾ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരില്ല. അങ്കിളിന് എന്താണ് ഇത്രയും വീടുകൾ പോയി നോക്കിയിട്ടും ഒന്നും ഇഷ്ടമാവാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടൊരു വീട് കണ്ടിരുന്നു, പക്ഷെ അതെനിക്ക് കിട്ടിയതുമില്ല. എൻ്റെ ഉടമസ്ഥയായ സ്ത്രീക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് ആ വീട് കിട്ടിയില്ല. വേറെയൊന്നും ശരിയായതുമില്ല എന്ന് JK അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്കിള് വീട് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നു വേണ്ട. അങ്കിളിന് പറ്റിയ ഒരു വീട് ഞാൻ ശരിയാക്കി തരാം. എൻ്റെ വീടിന്റെ അടുത്താണ്, അങ്കിളിന് പറ്റിയ വീടാണ്. ഏകാന്തത നിറഞ്ഞ ഒരു വീടാണത്. അങ്കിളിന് കഥയും നോവൽ എഴുതാൻ അത് ഒരു യോജിച്ച സ്ഥലമാണ്. അങ്കിളിന് താല്പര്യമുണ്ടെങ്കിൽ വീട് വന്ന് കാണാം, ഞാൻ വീട്ടിൽ സംസാരിക്കാം. അങ്കിളിന്റെ നമ്പറൊന്ന് എനിക്ക് തരുമെന്ന് ചിന്നു ചോദിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വീട് ഞാൻ വന്ന് കാണാം. പക്ഷേ ഞാൻ നമ്പർ തന്നാൽ അത് വേറെ ആർക്കും കൊടുക്കരുത്. അനുവാദമില്ലാതെ എൻ്റെ ഫോൺ നമ്പർ വേറെ ആർക്കും കൊടുക്കരുതെന്ന് ചിന്നുവിനോട് പറയാണ്. ചിന്നു ഇപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അങ്കിൾ, അങ്കിളിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ആർക്കും നമ്പർ കൊടുക്കില്ല എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ JK തൻ്റെ നമ്പർ ചിന്നുവിന് കൊടുക്കുകയാണ്. ചിന്നു അത് ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിന്നു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ കേൾക്കുമെങ്കിൽ അങ്കിളിന് തന്നെ ആ വീട് ഞാൻ വാങ്ങിത്തരാമെന്ന് ചിന്നു അങ്ങനെ JKക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. JK ആണെങ്കിൽ ചിന്നുവിനോട് പറയുന്നുണ്ട്, ശരി മോൾ എന്തായാലും വീട്ടിൽ സംസാരിക്കേ, എത്ര നേരമായി ആ വെയിറ്റർ പോയിട്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് JK അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയും ദീപ്തിയും കൂടി കോഫി കുടിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. പെട്ടെന്ന് അർച്ചനയ്ക്ക് ഒരു കോള് വരികയാണ്. അർച്ചനയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുകയാണ്. വസുവാണ് ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അർച്ചന എന്നിട്ട് വസുവിനോട് പറയുന്നുണ്ട്, വേണ്ട വസു, നമുക്ക് അവരുടെ മൊഴി വേണ്ട, ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല, അവരെ പറഞ്ഞയച്ചോളൂ എന്ന് പറയാണ്. JK ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരിപ്പോ എന്നെയും ആ കുട്ടിയെയും ഇവിടെ വെച്ച് കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നും ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ ചിന്നുവിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും വെയിറ്ററെ ബില്ലുമായി വരികയാണ്. JK എന്നിട്ട് വെയിറ്ററിന്റെ അടുത്ത് എത്രയാടോ ബില്ല് എന്ന് ചോദിച്ച് ആ ബില്ലും വാങ്ങിച്ചുകൊണ്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ, ഞാൻ ഇനിയും ഇവിടെ കുറച്ചു നേരം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. അങ്കിളിന് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് അത്യാവശ്യമായി പോവണം. മോളിഞ്ഞ് എങ്ങനെയാണ് ഇവിടെ നിന്നും പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്കിളിന് തിരക്കാണെങ്കിൽ പോയിക്കോളൂ, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയുടെ ഓഫീസ്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാമെന്ന് പറയാണ്. JK അപ്പോൾ ചിന്നുവിനോട് പറയുന്നുണ്ട്, ശരി മോളെ, സൂക്ഷിച്ച് തന്നെ പോവണമെന്ന് പറഞ്ഞുകൊണ്ട് JK അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് വേഗം തന്നെ ബില്ല് പോയി പേ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അർച്ചനയും ദീപ്തിയും കൂടി കോഫി ഷോപ്പിനകത്തേക്ക് കയറുന്നത്. JK ആണെങ്കിൽ അർച്ചനയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. അവരങ്ങനെ കോഫി ഷോപ്പിനകത്തേക്ക് കയറിയതും JK ബില്ല് പേ ചെയ്ത് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി ഒരു കോഫി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വാഷ്റൂമിൽ പോയി വരുന്നത്. ചിന്നുവിനെ കണ്ടതും അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെ, നീ എന്താണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇന്ന് കോളേജ് നേരത്തെ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, 2:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അമ്മേ, ഞാൻ അമ്മയുടെ ഓഫീസിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഓഫീസിലേക്ക് വരാതെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതൊരു സർപ്രൈസ് ആണ്, അമ്മയും ദീപ്തി ആന്റിയും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോവും. ഞാൻ മറ്റൊരാളുടെ കൂടെയാണ് ഇങ്ങോട്ടേക്ക് കോഫി കുടിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ അർച്ചനയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അർച്ചന എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൾ ആരുടെ കൂടെയാണ് ഇവിടെ കോഫി കുടിക്കാൻ വന്നത്? ഇനിയിപ്പോ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കുമോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് അർച്ചന ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ, നീ ആരോടൊപ്പമാണ് ഇങ്ങോട്ടേക്ക് കോഫി കുടിക്കാനായി വന്നതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ ആരോടൊപ്പമാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കില്ല, എൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്, സാക്ഷാൽ JK സാർ എന്ന് ചിന്നു അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ അർച്ചനയും ദീപ്തിയും ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, JK സാറോ? JK സാർ അതിന് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, JK സാർ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സാർ എനിക്ക് ലിഫ്റ്റ് തന്നതാണ്, സാറിതാ ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, എന്നിട്ട് ദീപ്തി, നമ്മൾ സാറിനെ കണ്ടില്ലല്ലോ എന്നങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, സാറിനെ കണ്ടാലും നമുക്ക് സാറിനെ അറിയില്ലല്ലോ എന്നങ്ങനെ ദീപ്തി പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മയും ആന്റിയും
കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ സാറിനെ കാണാമായിരുന്നു. സാറ് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. എനിക്ക് സാറിനെ കുറിച്ച് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ചിന്നുവും അർച്ചനയും ദീപ്തിയും കൂടി കോഫിയും കുടിച്ച് നേരെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ഓഫീസിലെത്തിയിട്ടും ചിന്നുവിനോട് പറയുന്നുണ്ട്, JK സാറുമായി നീ കോഫി കുടിക്കാൻ പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വസുവിനും ആകെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, ഇതിനു മുന്നേ കോളേജിൽ വെച്ച് ഒരു മുൻപരിചയം കാണിക്കാത്ത ആളാണ് ഇപ്പൊ ഇവളെ കോഫി കുടിക്കാൻ കൂടെ കൊണ്ടുപോയത് എന്നൊക്കെ അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അന്നെന്താ സാർ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് സാർ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊക്കെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഈ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ ചിന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മേ JK സാറിന് താമസിക്കാൻ ഒരു വാടക വീട് വേണം. സാർ ഏതൊക്കെയോ വീടുകൾ നോക്കി, പക്ഷെ ഒന്നും ഇഷ്ടായില്ല. നമുക്ക് മേനോൻ സാറിന്റെ വീട് JK സാറിന് താമസിക്കാൻ കൊടുത്താലോ അമ്മയെന്ന് ചിന്നു അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, JK സാറിനോ മേനോൻ സാറിന്റെ വീട് കൊടുക്കാനോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. ദീപ്തിയും വസുവൊക്കെ അപ്പൊ പറയുന്നുണ്ട്, അതിനെന്താ അർച്ചനെ, JK സാറിന് വീട് കൊടുക്കാൻ നിനക്ക് മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കുടിയന് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ JK സാറിന് ആ വീട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, JK സാറിന് വാടക വീട് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സാർ ഇത് സീരിയസ് ആയിട്ട് തന്നെ നിന്നോട് പറഞ്ഞതാണോ എന്നങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതേ അമ്മേ, സാറ് എന്നോട് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. സാറിന്ന് ശരിക്കും ഏതൊരു വീട് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഒരു ഓട്ടോക്കാരൻ സാറിനെ കുറെ വീടുകൾ കാണിച്ചു, പക്ഷേ സാറിന് അതൊന്നും ഇഷ്ടമായില്ല. സാറിന് ആരുടെയും ഒരു ശല്യവും ഇല്ലാത്തൊരു വീടാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മേനോൻ സാറിന്റെ വീടിനെ കുറിച്ച് ആലോചിച്ചതെന്ന് ചിന്നു പറയുമ്പോൾ ദീപ്തി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ നീ എന്താണ് ഇതൊന്നും കേട്ടിട്ടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മേനോൻ സാറ് എന്റെ വീട്ടിന്റെ അടുത്തേക്ക് വാടകയ്ക്ക് വരുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ദീപ്തി. മേനോൻ സാറിന്റെ വീട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ അത് കൊടുക്കാം എന്നങ്ങനെ അർച്ചന വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ഇത് കേട്ട് ചിന്നുവിനും ആകെ സന്തോഷാവുന്നുണ്ട്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, സാർ ആ വാടക വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും സാറിനെ ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് പറയാണ്. വസു അപ്പൊ പറയുന്നുണ്ട്, സാർ ആ വാടക വീട്ടിലേക്ക് വന്നിട്ട് വേണം എനിക്ക് സാറുമായിട്ട് ഒരു സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ആന്റി, സാറിന് അതൊന്നും ഇഷ്ടമാവില്ല എന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, സാർ എന്തായാലും വീട് ചോദിച്ചതല്ലേ, പറ്റിയാൽ ഇന്ന് തന്നെ സാറിനോട് വന്ന് വീട് നോക്കിക്കോളാൻ പറയേ എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അതെ ഇന്ന് തന്നെ വീട് നോക്കാൻ വന്ന് പറയേ, ഇന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സാറിനെ കൊണ്ടുപോയി വീട് കാണിക്കാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ശരി ഞാൻ എന്തായാലും സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ചിന്നു JK വിളിക്കുകയാണ്. JK ആണെങ്കിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറിനോട് പറയുന്നുണ്ട്, താൻ നേരെ ബാറിലേക്ക് വിടടോ എന്ന് പറയാണ്. അങ്ങനെ ചിന്നുവിന്റെ ഫോൺ വരുന്നതും JK കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിൾ ഞാനാണ് ചിന്നു, ഞാൻ അങ്കിളിനോട് ഒരു വീടിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ വീട് നോക്കാൻ അങ്കിളിൽ നിന്ന് വരാൻ പറ്റുമോ? അമ്മയ്ക്ക് ആ വീട് അങ്കിളിന് വാടകയ്ക്ക് തരാൻ ഒരു താല്പര്യക്കുറവുമില്ല. ഇന്ന് തന്നെ അമ്മ വന്ന ആ വീട് നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ എന്റെ അമ്മയുടെ ഓഫീസിലുണ്ട്, ഇങ്ങോട്ടേക്ക് അങ്കിള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ആ വീട് പോയി നോക്കാം. അങ്കിളിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ JK ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എല്ലാവരോടും എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, സോറി അങ്കിൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, മോളെ ഇന്നെന്തായാലും എനിക്ക് വരാനായി കഴിയില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എന്തായാലും ആ വീട് നോക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് JK അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്, അങ്കിളിനെ ഇന്ന് വീട് കാണാൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത് വേറെ എന്തോ കുറച്ച് തിരക്കുകളുണ്ട്, മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞു എന്ന് ചിന്നു അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ JK സാറ് നിന്റെ സാറല്ലേ, പിന്നെന്തിനാണ് അങ്കിൾ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, സാറ് തന്നെയാണ് എന്നോട് പറഞ്ഞത് അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ദീപ്തിക്കും അർച്ചനയ്ക്കും വസുവിനെല്ലാം ആകെ സന്തോഷാവുകയാണ്. വസു അപ്പൊ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് JK സാറിന്റെ നമ്പർ തരുമോ, എനിക്ക് മെസ്സേജ് അയക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, സോറി ആന്റി, അത് മാത്രം എന്നോട് ചോദിക്കരുത്, സാറിന്റെ അനുവാദമില്ലാതെ ഞാൻ സാറിന്റെ നമ്പർ ആർക്കും കൊടുക്കില്ലെന്ന് സാറിന് വാക്ക് കൊടുത്തതാണെന്ന് ചിന്നു അങ്ങനെ വസുവിനോട് പറയാണ്. പിന്നീട് രാത്രിയിൽ അർച്ചനയും ചിന്നുവും കൂടി അമ്പാട്ട് വീട്ടിലെ എല്ലാവരോടുമായി JKക്ക് മേനോൻ സാറിന്റെ വാടക വീട് കൊടുക്കുന്ന കാര്യം പറയാണ്. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. എന്നാൽ മഞ്ജുവിനാണെങ്കിൽ JKക്ക് ആ വീട് കൊടുക്കുന്നതിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്,
JK സാറിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. സാറിൻ്റെ എഴുത്തുകൾ വായിക്കുന്നവർക്ക് സാറിനെ കുറിച്ച് ഒരിക്കലും ഒരു മോശമായ അഭിപ്രായം ഉണ്ടാവില്ല. സാറിന് മേനോൻ സാറിൻ്റെ വീട് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് സാറിന് തന്നെ ആ വീട് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ മുകുന്ദനും അനന്തനും ഒരുപാട് സന്തോഷാവുകയാണ്. അവരും പറയുന്നുണ്ട് ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാണ്. അർച്ചന ഇപ്പോൾ അനന്തനോടും മുകുന്ദനോടും പറയുന്നുണ്ട് നാളെ തന്നെ നിങ്ങൾ പോയി ഒരാളെ ഏർപ്പാടാക്കി ആ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കാൻ പറയണം. ഒരുപാട് വീടുകൾ അന്വേഷിച്ച് ഒന്നും ഇഷ്ടമാവാത്ത ആളാണ് JK സാർ. അതുകൊണ്ട് മേനോൻ സാറിന്റെ വീട് നല്ല വൃത്തി ഉണ്ടാവണമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് നാളെ തന്നെ ഒരാളെ ഏർപ്പാടാക്കാം ചേച്ചി എന്ന് പറയാണ്. അർച്ചന എന്നിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് പോവുകയാണ്. മുകുന്ദൻ അപ്പം അനന്തനോട് പറയുന്നുണ്ട് ഏട്ടാ ചേച്ചി വളരെ സന്തോഷത്തിലാണല്ലേ എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് പിന്നെ സന്തോഷിക്കാതിരിക്കോ, നമ്മുടെ ആരാധന പുരുഷനല്ലേ തൊട്ടടുത്ത വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയാണ്. എന്നാൽ ഇതൊന്നും മഞ്ജുവിനാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. മഞ്ജു എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവര് പറഞ്ഞതുപോലെ അയാൾ നല്ലവനാണോ അല്ലയോ എന്ന് വീട് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അറിയാമെന്നങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് JK സാറിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നു അങ്ങോട്ടേക്ക് വരുന്നത്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തായാലും കേസിനെ കുറിച്ചൊന്നുമല്ല JK സാറിനെ കുറിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതേ മോളെ ഞാൻ JK സാറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. സാറ് മേനോൻ സാറിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണാനായി അങ്ങോട്ടേക്ക് പോവരുത്. സാറിനെ നീ ശല്യം ചെയ്യരുത്. അദ്ദേഹം ഒരു എഴുത്തുകാരനല്ലേ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്നും പോയാലോ. അദ്ദേഹത്തിന് എഴുതാനുള്ള നല്ല അന്തരീക്ഷം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. JK സാറിനെ പോലെ ഒരാള് നമ്മളുടെ അയൽപ്പക്കത്ത് വന്ന് താമസിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. നീ സാറിനെ വിളിച്ച് നാളെ തന്നെ വീട് കാണാൻ വരുന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ പറഞ്ഞില്ല, നാളെ സാറിനെ വിളിച്ച് പറയാമെന്ന് ചിന്നു അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് നീ എന്താണ് വിളിച്ചു പറയാതിരുന്നത്, അറിഞ്ഞ് മറ്റേതെങ്കിലും വീട് അന്വേഷിച്ചു പോയാലോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് ഇല്ല അമ്മേ നാളെ തന്നെ ഞാൻ സാറിനെ വിളിച്ച് പറയാമെന്ന് പറയാണ്. അർച്ചന അപ്പൊ ശരിയെന്ന് പറയുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.